അടുത്തൊരു ടൈപ്പ് ഓഫ് ഡിസ്റ്റിലേഷൻ ആണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഇസ് ആക്ച്വലി ഒരു സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആണ്, പക്ഷെ അതിൽ ഫ്രാക്ഷനേറ്റിംഗ് കോളം വരുന്നുണ്ട്. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡിസ്റ്റിലേഷനില്ലേ നമ്മൾ ഫസ്റ്റ് പഠിച്ച സിമ്പിൾ ഡിസ്റ്റിലേഷൻ, അതില് ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം വെച്ച് കഴിഞ്ഞാൽ അതെന്തായി? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആയി. ഓക്കെ, സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് മിസിബിൾ ലിക്വിഡ്. മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റിന്റെ ബേസിലാണ് ഈ ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വരുന്നത്. സോ വേപ്പർ ഇസ് പാർഷ്യലി കണ്ടൻസ്ഡ്. വേപ്പർ എന്താവും? പാർഷ്യലി കണ്ടൻസ് ആവും. ദെൻ റീവേപ്പറൈസ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻസൈഡ് ദി കോളം. എന്താ പറഞ്ഞത്? അതായത് ഇതാണ് നമ്മളുടെ ഫ്രാക്ഷനേറ്റിംഗ് കോളം. സോ ഇവിടുന്ന് നമ്മളുടെ സോൾവെന്റിന്ന് വേപ്പർ ഫോം ചെയ്യും അല്ലെ. ഈ വേപ്പർ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും കണ്ടൻസ് ചെയ്യും. സോ കണ്ടൻസ് ചെയ്തിട്ട് ദേ വിൽ അഗെയിൻ റീവേപ്പറൈസ് അഗെയിൻ. ഓക്കെ, എന്താകും? കണ്ടൻസ് ചെയ്തിട്ട് ഇത് വീണ്ടും വേപ്പർ ആകും. ഓക്കെ, അതായത് ഇവിടെ പോയി ഇവിടുന്ന് ഇത് കണ്ടൻസ് ആയി പിന്നെയും അത് ഇവിടേക്ക് എത്തിയില്ലേ, ദെൻ വീണ്ടും അത് വേപ്പറൈസ് ആകും again and again inside the column. So this enriches the vapor with the more volatile component and leave the less volatile one behind. അപ്പോൾ less boiling point ഉള്ളതാണ് ഫസ്റ്റ് പുറത്തേക്ക് വരിക അല്ലെ. ഫസ്റ്റ് തന്നെ വേപ്പർ ആവുന്നത്, കുറച്ച് ബോയിലിംഗ് പോയിന്റ് ഉള്ളതാണ് ദെൻ നെക്സ്റ്റ്, അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സോ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇതിൽ നമ്മളുടെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, ഇത് വേപ്പറൈസ് ആയിട്ട് മാറും, അങ്ങനെ ഇത് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ എത്തും. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ നിന്ന് അത് വീണ്ടും കണ്ടൻസ് ആകും, പിന്നെയും ഇവിടേക്ക് എത്തും, ദെൻ അത് വീണ്ടും വേപ്പറൈസ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ ഫസ്റ്റ് ഇപ്പം രണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്, ഒന്നിന്റെ ബോയിലിംഗ് പോയിന്റ് 40യും ഒന്നിന്റെ ബോയിലിംഗ് പോയിന്റ് 150 ആണെങ്കിൽ ഫസ്റ്റ് തന്നെ ഏതായിരിക്കും ബോയിൽ ആവുക? 40 ഡിഗ്രി ഉള്ളത് അല്ലെ. 40 ഡിഗ്രി ഉള്ളത് ഫസ്റ്റ് തന്നെ ബോയിൽ ആകും. അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ ഒരു 60% ഓഫ് 40 ഡിഗ്രി, ഇത് എയും ഇത് ബി ആയിട്ട് എടുക്കാം. അപ്പോൾ 60% ഓഫ് 40 ആയിരിക്കും ഉണ്ടായിരിക്കും, 60% ഓഫ് എ ഉണ്ടായിരിക്കും, ദെൻ ബാക്കി വരുന്നത് ബി ആയിരിക്കും. ദെൻ നെക്സ്റ്റ് അത് വീണ്ടും വേപ്പറൈസ്, ദെൻ വീണ്ടും ഇത് കണ്ടൻസ് ആയി അല്ലെ. കണ്ടൻസ് ആയിട്ട് വീണ്ടും വേപ്പറൈസ് ആയിട്ട് മാറി. അപ്പൊ അതില് എമൗണ്ട് കൂടും. ഇപ്പം 60 ഉള്ളത് ഒരു 70% വരും, പിന്നെ അതൊരു 80, 90, അങ്ങനെ 80, 90 അങ്ങനെ അത് കൂടി വരും ഓരോ പ്രാവശ്യം. ഓക്കെ, സോ അങ്ങനെ മുകളിലേക്ക് പോകും, കണ്ടൻസ് ചെയ്യും, പിന്നെയും വേപ്പർ ആകും, കണ്ടൻസ് ചെയ്യും, അങ്ങനെയാണ് നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ലാസ്റ്റ് 98% വരും, അത് നമുക്ക് ഇങ്ങനെ കണ്ടൻസിലൂടെ പാസ് ചെയ്യാം, അത് നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് പ്രിൻസിപ്പിൾ. ഇനി പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെയാണ് റോൾസ് ലോ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഡാൾട്ടൺസ് ലോ. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഇസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് ഇൻടു മോൾ ഫ്രാക്ഷൻ. ഓക്കെ, പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് ആൻഡ് ഇൻടു മോൾ ഫ്രാക്ഷൻ ആണ് റോൾസ് ലോ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് ഡാൾട്ടൺസ് ലോ. ഡാൾട്ടൺ ലോ എന്താ പറഞ്ഞത്? ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സം ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓൾ കോമ്പണൻസ്. അതായത് രണ്ട് കോമ്പണൻസ് എയും ബിയും ഉണ്ടെങ്കിൽ, ഓക്കെ, നമ്മളുടെ മിക്സറിൽ എയും ബിയും വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും എന്ത്? ടോട്ടൽ പ്രഷർ. ഓക്കെ, എ ബിന്റെ സം ആയിരിക്കും ടോട്ടൽ പ്രഷർ. അതാണ് ഡാൾട്ടൺസ് ലോ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് നോക്കാം. സോ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഐഡിയൽ മിക്സ്ചേഴ്സ് ആണ്. ഓക്കെ, ടൈപ്പ് 1 ഇസ് ഐഡിയൽ മിക്സ്ചർ ആൻഡ് ടൈപ്പ് 2 ഇസ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ് ആൻഡ് ടൈപ്പ് 3 ഇസ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഓക്കെ, കുറച്ച് ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ആണ്, അതൊന്ന് ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് ടൈപ്പ് ഓഫ് കോളം. അപ്പൊ നമ്മൾ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തില് എന്തൊക്കെ ടൈപ്പ് ഓഫ് കോളം ആണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് പാക്ഡ് കോളം. പാക്ഡ് കോളം ഇസ് ഫിൽഡ് വിത്ത് ബീഡ്സ് അല്ലെങ്കിൽ റിംഗ്, ഗ്ലാസ് പീസ് ഒക്കെ വെച്ച് ഫിൽ ചെയ്തിട്ടായിരിക്കും. ദെൻ ഇതിന് ഗിവ് ലാർജ് സർഫസ് ഏരിയ ഉണ്ടായിരിക്കും ആൻഡ് ഇസ് യൂസ്ഡ് വെൻ ബോയിലിംഗ് പോയിന്റ് ആർ ക്ലോസ്. അടുത്തടുത്ത് ബോയിലിംഗ് പോയിന്റ് വരുന്ന സബ്സ്റ്റൻസ് ആണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? പാക്ഡ് കോളം ആണ് യൂസ് ചെയ്യുക. ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം നോക്കിക്ക് എങ്ങനെയാ വരുന്നെന്നുള്ളത് അല്ലെ, ഇവിടെ ഇങ്ങനെ ലൈൻസ് പോലെ നിങ്ങൾ കാണുന്നില്ലേ അല്ലെ. സോ ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം. ഇനി അതേപോലെ നെക്സ്റ്റ് വേണം പ്ലേറ്റ് കോളം. പ്ലേറ്റ് കോളം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബബിൾ ക്യാപ്പ് പ്ലേറ്റ് അല്ലെങ്കിൽ സീവ് പ്ലേറ്റ് ആയിരിക്കും. പ്ലേറ്റ് കോളത്തില് ബബിൾ ക്യാപ്പ് പ്ലേറ്റ് അല്ലെങ്കിൽ സീവ് പ്ലേറ്റ് ആണ് ഉണ്ടായിരിക്കുക. ആൻഡ് ഈച്ച് പ്ലേറ്റ് ആക്ട് ലൈക്ക് എ മിനി ഡിസ്റ്റിലേഷൻ. അതാണ് പ്ലേറ്റ് കോളം. നോട്ടിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഭാഗം തന്നെയാണ്. ഓക്കെ,
ജസ്റ്റ് എന്തൊക്കെ ടൈപ്പ് ഓഫ് കോളം ആണ്, ജസ്റ്റ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രം നോക്കിയാൽ മതിയാവും. നെക്സ്റ്റ് വൺ ഇസ് ഫാക്ടേഴ്സ്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ എഫക്ട് ചെയ്യാൻ നോക്കാം അല്ലെ. സോ ഫസ്റ്റ് വൺ ഇസ് ലെങ്ത് ഓഫ് ദി കോളം. എത്രത്തോളം കോളത്തിന് ലെങ്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ. അതായത് ആദ്യം ഒരു പ്രാവശ്യം പോയി, അപ്പം ഒരു 60% മാത്രമേ അല്ലെ, എന്റെ 60% മാത്രമാണ് ഫസ്റ്റ് വരിക. ഇതിന് അത് കണ്ടൻസ് ആയി, പിന്നെയും വേപ്പറായി, പിന്നെയും കണ്ടൻസ് ആയി, അങ്ങനെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ കോളത്തിന്റെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ, ലെങ്ത് ഓഫ് ദി കോളം കൂട്ടിക്കഴിഞ്ഞാല് സെപ്പറേഷൻ ബെറ്റർ ആയിരിക്കും, ബെറ്റർ സെപ്പറേഷൻ ആയിരിക്കും. ഓക്കെ. ദെൻ അതേപോലെ റിഫ്ലെക്സ് റേഷ്യോ, ഹൈ റിഫ്ലെക്സ് ആണെങ്കിൽ ഇംപ്രൂവ് പ്യൂരിറ്റി, പ്യൂരിറ്റി കൂട്ടും. അതേപോലെ ഹീറ്റ് ഇൻപുട്ട്. സോ ഹീറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് കൺട്രോൾ ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ഇൻസുലേഷൻ, പ്രിവെന്റ് ഹീറ്റ് ലൂസ്. ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ ഹീറ്റ് ലൂസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വെറുതെയുള്ള ഹീറ്റ് ലോസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് സം ഓഫ് ദി ഫാക്ടേഴ്സ് എഫക്ടിങ്. Now what are the application? Separation of miscible liquid with close boiling point. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ക്ലോസ് ബോയിലിംഗ് പോയിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ക്ലോസ് ബോയിലിംഗ് പോയിന്റ് വരുന്ന മെറ്റീരിയൽസിലാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ അസെറ്റോൺ വാട്ടർ, ക്ലോറോഫോം ബെൻസീൻ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. Now let's move on to the disadvantages. So it cannot separate azeotropic mixture. Okay, cannot separate azeotropic mixture. അപ്പൊ വർക്കിംഗ് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മള് സിമ്പിൾ ഡിസ്റ്റിലേഷന്റെ വർക്കിംഗ് പഠിച്ചില്ലേ, അത് തന്നെയാണ് വരിക. വ്യത്യാസം എന്താണ്? ഇവിടെ ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ട് അല്ലെ. അപ്പോ ബോയിൽ ചെയ്തു, വേപ്പർ ഫോം ചെയ്തു, കണ്ടൻസ് ചെയ്തു, പിന്നെ അത് ഇതിലേക്ക് പാസ് ചെയ്തു, കണ്ടൻസറിലെത്തി അല്ലെ. 98% വേപ്പറിൽ വെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടൻസറിലേക്ക് പാസ് ചെയ്യും. കണ്ടൻസറിന് അത് അഡാപ്റ്ററിലേക്ക് എത്തും, അവിടുന്ന് റിസീവറിലെത്തും. വർക്കിംഗ് ഒക്കെ സെയിം തന്നെ. വ്യത്യാസം എന്താണ്? ഇവിടെ ഫ്രാക്ഷനേറ്റിംഗ് കോളം വരുന്നുണ്ട്, അത് മാത്രമാണ് വ്യത്യാസം. ഓക്കെ, ബാക്കി പിന്നെ അതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ, അതായത് ലോന്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ കുറച്ചൊരു ഫാക്ടേഴ്സ്, അത് എന്തൊക്കെ ടൈപ്പ് ആണെന്നുള്ളത്, അതാണ് ഈ ഒരു പോർഷനിൽ എക്സ്ട്രാ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്താണെന്നുള്ളത് എല്ലാവരും ഓർക്കണില്ലേ, എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്നൊക്കെ. അപ്പൊ സിമ്പിൾ ഡിസ്റ്റിലേഷന്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, അതായത് നമ്മൾ വാട്ടർ ഫോർ ഇൻജെക്ഷൻ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് സിമ്പിൾ ഡിസ്റ്റിലേഷനിൽ പറയേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആണ് ഇതിന്റെ വർക്കിംഗ്. സോ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ഇവിടെ ഒരു ബോയിലർ ഉണ്ട്. ഓക്കെ, ഇതാണ് ബോയിലർ. ഈ ബോയിലറിൽ ഹീറ്റിംഗ് കോയിൽസ് ഉണ്ടായിരിക്കും. ആൻഡ് ദ ബോയിലർ ഇസ് മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആണ്. ഇവിടെ ഹീറ്റിംഗ് കോയിൽസ് ഉണ്ട്. ഇതിന്റെ അകത്ത് കുറെ കണ്ടൻസർ ട്യൂബ്സ് ഉണ്ട്. ഓക്കെ, കണ്ടൻസർ ട്യൂബ് വെർട്ടിക്കൽ ട്യൂബാണ്. അതിന്റെ രണ്ട് ഭാഗവും ഓപ്പൺ ആയിരിക്കും, രണ്ട് ഭാഗവും ഓപ്പൺ ആണ്. ആൻഡ് ഇവിടെ ബാഫിൾസ് ഉണ്ട്. ഓക്കെ, കണ്ടൻസർ ട്യൂബിന്റെ ഈ എൻഡ് പോർഷനിൽ എന്തുണ്ട്? ബാഫിൾസ് ഉണ്ട്. ബാഫിൾസ് എന്താന്ന് വെച്ചാല് കണ്ടൻസർ ട്യൂബിലൂടെ ആണല്ലോ വേപ്പർ വരിക. അപ്പൊ വേപ്പറിന് തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു ബാക്ക് ഫ്ലോ ഉണ്ടാവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാഫിൾസ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു കണ്ടൻസർ ജാക്കറ്റ് ഉണ്ട്. ഇവിടെ കണ്ടൻസർ ജാക്കറ്റ് ഉണ്ട്. ഓക്കെ, ഇതിലൂടെ നമുക്ക് ഡിസ്റ്റിലേറ്റ് കളക്ട് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഇതിന്റെ കൺസ്ട്രക്ഷനിൽ വരിക. ഇനി വർക്കിംഗ് എങ്ങനെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിലൂടെയാണ് ഫീഡ് ആഡ് ചെയ്യുക. വാട്ടർ ഇൻലെറ്റ് അല്ലെ, ഫീഡ് അല്ലെങ്കിൽ വാട്ടർ ഇൻലെറ്റിലൂടെ നമ്മൾ വാട്ടർ ആഡ് ചെയ്തു. ഇത് നേരെ തന്നെ മുകളിലേക്ക് റൈസ് ചെയ്തു. ഇവിടെയാണ് എന്തുള്ളത്? ബോയിലർ ഉണ്ട്. സോ ഇവിടുന്ന് ബോയിലിംഗ് നടക്കും, അതായത് വേപ്പർ ഫോം ചെയ്യും. ഈ വേപ്പർ നേരെ കണ്ടൻസറിലേക്ക് എത്തും. ഓക്കെ, കണ്ടൻസറിലേക്ക് എത്തുമ്പം അത് കണ്ടൻസ് ആയിട്ട് മാറും അല്ലെ. ആൻഡ് ഈ കണ്ടൻസറിന്ന്, അതായത് ഈ വേപ്പറിന്റെ ഹീറ്റ് ഉണ്ടായിരിക്കില്ലേ, ഈ വേപ്പറിന്റെ ഹീറ്റ് ആണ് ഇവിടെ നിന്ന് ഈ വാട്ടർ ഓൾറെഡി എടുക്കുന്നത്. നമുക്കറിയാം വാട്ടർ ഇൻലെറ്റിലൂടെ നമ്മൾ വാട്ടർ കൊടുത്തു അല്ലെ. അപ്പോ ഇവിടുത്തെ വാട്ടർ, ഇവിടുന്ന് വരുന്ന വേപ്പറിന്റെ 95 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ഇത് ഇവിടുന്ന് തന്നെ അറ്റൈൻ ചെയ്യും. എന്നിട്ടാണ് അത് നേരെ ബോയിലറിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ വരുന്നത്. ആൻഡ് ബാക്കി നമുക്ക് കണ്ടൻസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇവിടുന്ന് കളക്ട് ചെയ്യാം. മനസ്സിലായോ വർക്ക് എങ്ങനെയാന്നുള്ളത്? ഒന്നും കൂടെ പറയാം. നമ്മൾ എന്ത് ചെയ്തു? ഫീഡ് വാട്ടർ എൻ്റർ അറ്റ് ബേസ് ഓഫ് സ്റ്റിൽ. ഓക്കെ, ഫീഡ് വാട്ടർ ഈ സ്റ്റില്ലിന്റെ ബേസിലൂടെ കൊടുത്തു. ഇറ്റ് റൈസ് ത്രൂ കണ്ടൻസർ ജാക്കറ്റ്. ഈ കണ്ടൻസർ ജാക്കറ്റിലൂടെ അത് റൈസ് ചെയ്യും. Now it is preheated 95 degrees Celsius and enter boiler. ഇതിങ്ങനെ റൈസ് ചെയ്യും. റൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇവിടുന്ന് ഓൾറെഡി വന്നിട്ടുള്ള വേപ്പർ ഉണ്ടായിരിക്കില്ലേ, ആ വേപ്പറിന്റെ 95 ഡിഗ്രി സെൽഷ്യസോളം ഹീറ്റ് എടുത്തിട്ട് അവർ ഓൾറെഡി പ്രീ ഹീറ്റഡ് ആയിരിക്കും. എന്നിട്ടാണ് അവര് മുകളിലേക്ക് എത്തുക. ദെൻ വാട്ടർ ബോയിൽസ്. ഇവിടെ എത്തുമ്പോൾ വാട്ടർ ബോയിൽ ആവും. 95 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൂ അല്ലെ. വാട്ടർ ഏത് ഡിഗ്രിയിലാണ് ബോയിൽ ചെയ്യുക? 100. അപ്പൊ ഇവിടെ എത്തുമ്പോൾ അത് 100 ഡിഗ്രി ആവും. അപ്പോ
എന്താകും, വാട്ടർ ബോയിൽ ചെയ്യും, വേപ്പർ ഫോം ചെയ്യും. ഈ വേപ്പർ കണ്ടൻസറിലൂടെ പാസ് ചെയ്യും, ദെൻ കണ്ടൻസേറ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് വർക്കിംഗ്. സോ വാട്ടർ ഫോർ ഇൻജെക്ഷൻ ആൻഡ് പ്യൂരിഫൈഡ് വാട്ടറിന്റെ പ്രിപ്പറേഷൻ ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് നിങ്ങൾ സിമ്പിൾ ഡിസ്റ്റിലേഷന്റെ സെയിം തന്നെയാണ്. അപ്പൊ അവിടെ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതും കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുണ്ട്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. കുറെ ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. സോ താങ്ക് യു.